മലപ്പുറം താഴേക്കോട് സ്കൂളിലെ കത്തിക്കുത്തിൽ വീണ്ടും പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുമായി വിദ്യാർത്ഥികൾ വീണ്ടും രംഗത്തെത്തി. ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ പോസ്റ്റ് ഇട്ടത്. പൊട്ടിത്തെറിക്കായി കാത്തിരിക്കുന്നു എന്നതടക്കം പോസ്റ്റ് ചെയ്ത 3 വിദ്യാർത്ഥികളുടെ ഫോണുകൾ പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇവരുടെ സാമൂഹിക പശ്ചാത്തല റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ 3 പേർക്ക് തലയ്ക്ക് കുത്തേൽക്കുക. അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് മലപ്പുറം താഴേക്കോട് സ്കൂളിൽ നടന്നത്. പക്ഷേ അതിലെടുത്ത നടപടികളിലൂടെയൊന്നും വിദ്യാർത്ഥികളുടെ മനോനിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, SSLC വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞേറ്റുമുട്ടിയത് ഈ മാസം 21-നാണ്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയത്തിലെ 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. ഒരാള് അതിനോടി, അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണിയാ. അപ്പം അങ്ങനെ കത്തിയോണ്ടാക്കാൻ മുമ്പ് അതേമാതിരി കുറെ കാലമായി പ്രശ്നങ്ങളായിട്ട്. ആക്രമിച്ച 3 വിദ്യാർത്ഥികൾക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവരെ 13 ദിവസത്തേക്ക് വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു. സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളാണ് ഇൻസ്റ്റാഗ്രാമിൽ ഗ്യാങ് ഉണ്ടാക്കിയത്. കോച്ചേരി എന്നു പേരുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ ഒത്തുചേർന്നാണ് പ്രകോപനപരമായ പോസ്റ്റ് ഇട്ടത്. വി ആർ നോട്ട് ഡെഡ് എന്നും പൊട്ടിത്തെറിക്കായി കാത്തിരിക്കുന്നു എന്നുമായിരുന്നു പ്രകോപനപരമായ മെസ്സേജുകൾ. SSLC പരീക്ഷ അവസാനിക്കുന്നതിന്റെ തലേ ദിവസമാണ് പോസ്റ്റ് വന്നത്. സൈബർ സെൽ ഇവരുടെ സോഷ്യൽ മീഡിയ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ഇടപെടൽ. പോസ്റ്റിട്ട ആളും പേജിന്റെ അഡ്മിനും ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് നടപടി. ഇവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ സമർപ്പിച്ചു. ഇവരുടെ ഫോണുകൾ പിടിച്ചെടുക്കുകയും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് പരീക്ഷ അവസാനിച്ച ഇന്നലെ വൈകിട്ട് വീണ്ടും സംഘർഷമുണ്ടാക്കാനായിരുന്നു പദ്ധതി എന്നാണ് പോലീസ് വിലയിരുത്തൽ. 21-ന് നടന്ന സംഘർഷത്തിൽ 3 വിദ്യാർത്ഥികൾക്കും തലയ്ക്കാണ് കുത്തേറ്റത്. സ്കൂളിൽ നിന്ന് മുൻപ് സംഘർഷമുണ്ടാക്കിയതിനെ തുടർന്ന് നടപടി നേരിട്ട വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് ആക്രമണം. 2 വിദ്യാർത്ഥികൾ മൂർച്ചയേറിയ ആയുധവുമായാണ് സ്കൂളിലേക്ക് എത്തിയതു തന്നെ. പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ ചികിത്സ നടക്കുന്നതിനിടയിലാണ് വീണ്ടും വൈരാഗ്യം മാറാതെയുള്ള കുട്ടികളുടെ പോർവിളി. 9ാം ക്ലാസ് മുതൽ നിലനിൽക്കുന്ന അടിപിടിയും തർക്കവും പകയുമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. അതിലൊന്നും അടങ്ങാതെ വീണ്ടും ഒത്തുചേരാനായിരുന്നു പദ്ധതി. പോലീസിന്റെ ഇടപെടൽ വലിയൊരു അനിഷ്ട സംഭവം ഒഴിവാക്കി എന്ന് പറയാം. വിദ്യാർത്ഥികളുടെ മനോനില മാറ്റേണ്ടതുണ്ട് കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ.